ഡൽഹിയെ വിറപ്പിച്ച ജനകീയ പ്രക്ഷോഭത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. 1997 ഒഡീഷയിൽ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലൂടെ ഉയർന്നു വന്ന ഒരു നേതാവ് അതേ വിഷയത്തിൽ ഉയർന്ന ജനരോഷത്തിനു മുന്നിൽ പടിയിറങ്ങേണ്ടി വന്നു. നീറ്റ്, CBSE അടക്കമുള്ള ദേശീയതല മത്സര പരീക്ഷകളിലെ തുടർച്ചയായ പേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പ്രതിസന്ധിയിലാക്കിയത്. സുപ്രീം കോടതിയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധിച്ച് അഭിജിത് ദീപ്കെ രൂപീകരിച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന കൂട്ടായ്മ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ വമ്പൻ പ്രതിഷേധമാണ് നടത്തിയത്. 26 ദിവസം നീണ്ട സോനം വാങ്ചുകിന്റെ നിരാഹാര സമരവും ചേർന്നതോടെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ രാജിയല്ലാതെ മറ്റു വഴികളില്ലാതെയായി. വിഷയം രാജ്യശ്രദ്ധ നേടിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണമെത്തി. പരീക്ഷാ തട്ടിപ്പുകൾ തടയാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്നും യുവാക്കളുടെ ഭാവി തകർക്കുന്നവരെ വെറുതെ വിടില്ലെന്നും മോദി പ്രഖ്യാപിച്ചു. ലോകത്തെ മാറ്റി എഴുതാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം എന്ന് നെൽസൺ മണ്ടേല പറയുമ്പോഴും വിദ്യാഭ്യാസം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ്. അന്ധമായ അനുസരണയല്ല, വിമർശനപരമായ ചിന്തയും സ്വതന്ത്രമായ ചോദ്യം ചെയ്യലുമാണ് ഏറ്റവും വലിയ ആയുധം എന്ന് ഭഗത് സിംഗ് ഓർമ്മിപ്പിക്കുന്നു.